നമസ്കാരം. VSന്റെ സംസ്കാര ചടങ്ങിൽ ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച് സംസാരിച്ച റിപ്പോർട്ടർ TV അവതാരകൻ ഡോക്ടർ അരുൺകുമാറിനെതിരെ കോൺഗ്രസുകാരുടെ പ്രതിഷേധം തുടരുന്നു. നിരവധി പേരാണ് തങ്ങളുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലൂടെ രേഖപ്പെടുത്തുന്നത്. മുട്ട നല്ലതാണ്, പക്ഷേ ചീമുട്ടയായാൽ എന്ന് പറഞ്ഞ് കോഴിമുട്ടയുടെ ചിത്രം പോസ്റ്റ് ചെയ്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിഷേധം അറിയിച്ചത്. VT ബൽറാം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവരും സോഷ്യൽ മീഡിയയിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തി. ഡോക്ടർ അരുൺകുമാറിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടി സാമാന്യ മര്യാദകൾ പുലർത്തുന്നത് നല്ലതാണെന്നാണ് VT ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചത്. VT ബൽറാമിൻ്റെ കുറിപ്പ് ഇങ്ങനെ: മരണപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ആദരവ് പ്രകടിപ്പിക്കാൻ ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കും. ചിലർ മുഷ്ടി ചുരുട്ടും, ചിലർ മുദ്രാവാക്യം വിളിക്കും, ചിലർ പൂക്കളർപ്പിക്കും, ചിലർ മെഴുകുതിരി കത്തിക്കും, ചിലർ മൗനമായി നിൽക്കും, ചിലർ നോമ്പ് നോൽക്കും, ചിലർ ബലിയിടും, ചിലർ അനുസ്മരണ സമ്മേളനം നടത്തും, ചിലർ അന്നദാനമോ ചാരിറ്റി പ്രവർത്തനങ്ങളോ നടത്തും. അവരവരുടെ വിശ്വാസവും ശീലങ്ങളും ഒക്കെ ആയിരിക്കും ഈ ഓരോ രീതികളിലേക്കും അവരെ നയിക്കുന്നത്. മറ്റുള്ളവരെ നേരിട്ട് ബുദ്ധിമുട്ടിക്കാത്തിടത്തോളം അതിലെ ശരിതെറ്റുകളും യുക്തിയുമൊക്കെ അത് ചെയ്യുന്നവർ മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. പുറത്തുനിന്ന് ഒരാൾ ഇതിലൊക്കെ ഇടപെടുന്നതും വിധി പ്രഖ്യാപിക്കുന്നതും പരിഹസിക്കുന്നതും അല്പത്തരവും ജനാധിപത്യ വിരുദ്ധവുമാണ്. ഡോക്ടർ അരുൺകുമാറിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടി സാമാന്യ മര്യാദകൾ പുലർത്തുന്നത് നല്ലതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെ: ആൾക്കൂട്ടമായി ഒരാൾ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ജീവിച്ചിരുന്ന കാലത്ത് പറയാറുണ്ട് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ സാറാണെന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ 2ാം അനുസ്മരണ സമ്മേളനം പുതുപ്പള്ളി പള്ളിയുടെ മുറ്റത്ത് വെച്ച് നടന്നത്. KPCC ഒരു അനുസ്മരണ സമ്മേളനം പ്രഖ്യാപിച്ച് പന്തൽ കെട്ടി ശ്രീ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 10,000-കണക്കിന് മനുഷ്യരാണ് എത്തിയത്. ഏതെങ്കിലും മണ്ഡലം കമ്മിറ്റി ആളെ കൂട്ടിയിട്ട് വാഹനം ക്രമീകരിച്ച് വന്ന ജനാവലി അല്ലാതെ ആ വന്നവർ അത്രയും ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് വന്നതാണ്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരണശേഷം കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ഉമ്മൻചാണ്ടി സാറാണെന്ന് തെളിയിക്കപ്പെട്ട ദിവസമായിരുന്നു അത്. സാറിൻ്റെ ഓർമ്മ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നൂറുകണക്കിന് മനുഷ്യർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുതുപ്പള്ളിയിലെ സാറിൻ്റെ കല്ലറയിലേക്ക് ഒഴുകിയെത്താറുണ്ട്. ചിലർ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം, ചിലർ നിറകണ്ണുകളോടെ നിൽക്കുന്നത് കാണാം, ചിലർ കൈകുപ്പിയിരിക്കുന്നത് കാണാം. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ രീതിയിലാണ് സാറിനെ അനുസ്മരിക്കുന്നത്. എന്നാൽ ഏറ്റവും കൗതുകമായി തോന്നിയിട്ടുള്ളത് ചിലർ സാറിൻ്റെ കല്ലറയിലെത്തി അവരുടെ ആവലാതികൾ അപേക്ഷകളായി സമർപ്പിക്കുന്നത് കാണുമ്പോഴാണ്. അങ്ങനെ അപേക്ഷ സമർപ്പിക്കുന്നവർ വിവേകശൂന്യരായിട്ടല്ല, ഒരുപക്ഷെ അതവർക്ക് ഒരു ആശ്വാസമായിരിക്കാം. അതല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ഇവിടെ നിന്ന് കടന്നുപോയവർക്ക് ദൈവസന്നിധിയിൽ മധ്യസ്ഥത യാചിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലായിരിക്കാം. ജീവിച്ചിരിക്കുന്ന ഭരണാധികാരിയേക്കാൾ ജനത്തിൻ്റെ വിശ്വാസം മരണപ്പെട്ട മുൻ മുഖ്യമന്ത്രിയെ ആയതുകൊണ്ടാകാം ആ മനുഷ്യൻ്റെ കല്ലറയിലേക്ക് ജനങ്ങൾ പ്രവഹിക്കുന്നതും അസൂയാലുകൾ വിഷം വസിപ്പിക്കുന്നതും. ഉമ്മൻചാണ്ടി സാറിനെ മരണശേഷവും ആശ്രയിക്കുന്ന മനുഷ്യർക്ക് മുന്നിലേക്ക് നിങ്ങൾ എത്ര പെയ്ഡ് അപരാധങ്ങൾ പറഞ്ഞാലും അവരുടെ മുന്നിൽ നിങ്ങൾ അപഹാസ്യരാവുകയുള്ളൂ. ഉമ്മൻചാണ്ടി എന്ന സ്നേഹ സാമ്രാജ്യത്തെ തകർക്കാൻ നിങ്ങളുടെ TRPക്ക് കരുത്തുണ്ടാകില്ല. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. വിശുദ്ധ മത്തായി 5:11 എന്നുമാണ് രാഹുലിൻ്റെ കുറിപ്പ്. ഉമ്മൻചാണ്ടിയെ അവഹേളിച്ചെന്ന ആരോപണം കടുത്തതോടെ ആരോപണത്തിന് മറുപടി നൽകി അരുൺകുമാർ രംഗത്ത് വന്നിരുന്നു. താൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ലെന്നാണ് അരുൺകുമാർ ഇന്ന് വിശദീകരിച്ചത്. തനിക്ക് അയച്ചു തന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിക്കുകയാണ് ചെയ്തത്. തികച്ചും ഭൗതികവാദിയായ VSനെ കുറിച്ചാണ് പറഞ്ഞത്. മുമ്പ് VSന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അതിന് VS മറുപടി നൽകിയത് അമ്മയും അച്ഛനും ചെറുബാല്യത്തിൽ നഷ്ടമായപ്പോൾ പിന്നെ ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ എന്നായിരുന്നു. VSന് മരണശേഷം ഭൗതികവാദിയായ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ ഭക്തിയോടെ ആരും വരില്ലെന്നാണ് ഉദ്ദേശിച്ചത്. നേതാവിൻ്റെ ഭക്തന്മാരാകുന്നത് അടിമത്തത്തിൻ്റെ ലക്ഷണമാണെന്നാണ് അംബേദ്കർ സൂചിപ്പിച്ചത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കോൺഗ്രസ്സുകാർക്ക് പ്രചോദനമല്ലേ? അതിൻ്റെ പേരിൽ ആരാധനാലയങ്ങൾ ഉയരുന്നതും അതൊരു ഭക്തിയായി മാറുന്നതും അടിമത്തമാണ്. ആ നിലപാടാണ് തനിക്കുള്ളത്. മറിച്ച് ചിന്തിക്കുന്നവർക്ക് അങ്ങനെയാകാമെന്നും അരുൺകുമാർ പറഞ്ഞു. താൻ പറഞ്ഞത് VSനെ കുറിച്ച് മാത്രമാണ്. ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത്. താൻ പറഞ്ഞ വാക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാകുകയാണെന്നും അരുൺകുമാർ മറുപടിയായി പറഞ്ഞു.